SDPI PFI ബന്ധം ഉറപ്പിക്കുന്ന കൂടുതൽ തെളിവുകൾ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന് ലഭിച്ചതായി വിവരം. ഇരു സംഘടനകളും തമ്മിൽ നടത്തിയിട്ടുള്ള സാമ്പത്തിക ഇടപാടുകളാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന് ലഭിച്ചത്. SDPIയുടെ ഓഫീസ് പരിശോധനയിൽ ലഭിച്ച തെളിവുകൾ ED ഉദ്യോഗസ്ഥർ വിശദമായി പരിശോധിക്കുകയാണ്. വിവരങ്ങളുമായി കൊച്ചിയിൽ നിന്ന് സഹിൻ ആന്റണി ചേരുന്നുണ്ട്. സഹിൻ, നേരത്തെ തന്നെ പോപ്പുലർ ഫ്രണ്ടിനെതിരെ നടപടി സ്വീകരിച്ചതാണ്. ദീർഘകാലമായി പോപ്പുലർ ഫ്രണ്ടിന്റെ നേതാക്കളെല്ലാം ജയിലിലാണ്. സ്വാഭാവികമായും അങ്ങനെ ഒരു ബന്ധമുണ്ടെങ്കിൽ തന്നെ ഈ സംഘടനകൾ തമ്മിൽ ബന്ധമുണ്ട് എന്ന് നമുക്കറിയാം. പക്ഷേ ആ രേഖകൾ പിന്നെയും പാർട്ടി ഓഫീസിൽ സൂക്ഷിക്കും എന്നൊക്കെ പറഞ്ഞാൽ അത് വിശ്വസിക്കാനും ഇച്ചിരി ബുദ്ധിമുട്ടുണ്ട്. എന്തായാലും എന്താണ് ഇപ്പോൾ ED പറയുന്നത്? ഹർഷൻ, എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് കഴിഞ്ഞ 2 മാസമായി പരിശോധനകൾ നടത്തുകയായിരുന്നു. ഈ പരിശോധനകൾക്കൊടുവിൽ ഏതാനും ചില ഓഫീസുകൾ SDPIയുടെ രാജ്യത്താകമാനം പരിശോധിക്കുകയും ചെയ്തു. എന്തായാലും നിരവധി രേഖകൾ പിടിച്ചെടുത്തു എന്നുള്ള ഒരു അവകാശവാദമാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് മുന്നോട്ട് വയ്ക്കുന്നത്. ഇതിൽ തന്നെ PFI, പോപ്പുലർ ഫ്രണ്ടും ഒപ്പം തന്നെ SDPIയും തമ്മിൽ ബന്ധം ഉറപ്പിക്കുന്ന ചില രേഖകൾ തങ്ങൾക്ക് ലഭിച്ചു എന്നാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ അവകാശവാദം. പോപ്പുലർ ഫ്രണ്ട് നടത്തിയിട്ടുള്ള സാമ്പത്തിക ഇടപാടുകൾ, അത് SDPIയുമായി നടത്തിയിട്ടുള്ള സാമ്പത്തിക ഇടപാടുകൾ സംബന്ധിച്ചുള്ള രേഖകളാണ് ലഭിച്ചിരിക്കുന്നത് എന്നും എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് പറയുന്നു. മാത്രമല്ല, തിരഞ്ഞെടുപ്പ് കാലത്ത് പോപ്പുലർ ഫ്രണ്ടിന്റെ 4 കോടിയിലധികം രൂപ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ SDPIയുടെ അക്കൗണ്ടിലേക്ക് വന്നിട്ടുണ്ട് എന്നുള്ളൊരു വിലയിരുത്തലാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിനുള്ളത്. എന്തായാലും ഈ രേഖകളൊക്കെ വിശദമായി പരിശോധിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇരു സംഘടനകളും തമ്മിലുള്ള ബന്ധം ഉറപ്പിക്കുന്നതിന് ഈ രേഖകൾ ഉപകരിക്കുമെന്നുള്ളൊരു വിലയിരുത്തലാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഉദ്യോഗസ്ഥർക്കുള്ളത്. മാത്രമല്ല, ഈ പോപ്പുലർ ഫ്രണ്ടിനെ നിയന്ത്രിച്ചുകൊണ്ടിരുന്ന നേതാക്കൾ തന്നെയാണ് SDPIയെയും നിയന്ത്രിച്ചുകൊണ്ടിരുന്നത് എന്നുള്ള ഒരു വിലയിരുത്തലിലേക്കും എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഉദ്യോഗസ്ഥർ എത്തിച്ചേർന്നിരിക്കുന്നു. വർഷൻ. റൈറ്റ്, സഹിൻ ആന്റണിയാണ് വിവരങ്ങൾ നൽകിയത്.